അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട അബൂ സ്വാലിഹ് മൂസ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം യുവാവായിരിക്കുമ്പോൾ വളരെ വിനയാനിതനും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരാളുമായിരുന്നു. അദ്ദേഹം വളരെ സത്യസന്ധനും വളരെ ഭയഭക്തിയുള്ള ഒരാളുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടുതൽ സമയവും അദ്ദേഹം ദീനിനെ പഠിക്കാൻ വേണ്ടി ചിലവഴിച്ചു. കൂടുതൽ സമയം ഔലിയാക്കന്മാരുടെ കൂടെ ഇരുന്ന് അറിവുകൾ സമ്പാദിച്ചു. അങ്ങനെ അദ്ദേഹം വലിയ ഒരു പണ്ഡിതനായി മാറി. ഒരു ദിവസം അദ്ദേഹം ഒരു പുഴയുടെ കരയിലൂടെ നടന്നു പോകുമ്പോൾ അദ്ദേഹം പുഴയിൽ ഒരു വെള്ളിക്കഷ്ണം കണ്ടു. അദ്ദേഹം അത് എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹം ആലോചിച്ചു, ഇത് എൻ്റേതല്ല, ഇത് എനിക്ക് ഹലാലാകുമോ, ഇത് എനിക്ക് ഹറാമാകുമോ? ഹറാമാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ അത് അള്ളാഹുവിന് ഇഷ്ടപ്പെടുകയില്ല, അതുകൊണ്ട് എനിക്കത് വേണ്ട എന്ന് അദ്ദേഹം മനസ്സിൽ പറയുകയും അദ്ദേഹം തിരിഞ്ഞു നടക്കുകയും ചെയ്തു. ആ ദിവസം രാത്രി അദ്ദേഹം ഇബാദത്തുകളെല്ലാം കഴിഞ്ഞ് രാത്രി കിടന്നുറങ്ങുമ്പോൾ അള്ളാഹുവിനെ സ്വപ്നത്തിൽ കണ്ടു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, നിങ്ങൾ ഇന്ന് ചെയ്ത ആ കാര്യം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം ചോദിച്ചു, ഏത് കാര്യം? നിങ്ങൾ നദിക്കരയിലൂടെ വരുമ്പോൾ ഹറാമായ മുതൽ വേണ്ടെന്ന് വെച്ചില്ലേ, ആ കാര്യം തന്നെ. ആ നന്മയുടെ ഭാഗമായി നിങ്ങൾക്ക് ഞാൻ പവിത്രയായ ഒരു ഭാര്യയെയും മഹാനായ ഒരു സന്താനത്തെയും നൽകും. പിൽക്കാലത്ത് അദ്ദേഹം ഉമ്മുൽ ഖൈർ ഫാത്തിമ റളിയല്ലാഹു അൻഹുവിനെ വിവാഹം കഴിക്കുകയും ആ വിവാഹത്തിൽ ആ ബന്ധത്തിൽ അവർക്ക് ജനിച്ച കുഞ്ഞാണ് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. ഈ കഥയിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, ഹറാമായ കാര്യങ്ങൾ ത്യജിക്കൽ വളരെ പുണ്യമുള്ള കാര്യമാണ്. ദാരിദ്ര്യവും ഭയഭക്തിയും ഒരുമിച്ചുണ്ടായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ വലിയ നിലയിലേക്ക് ഉയർത്തുകയും ചെയ്യും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത നിങ്ങൾക്കെല്ലാവർക്കും ആരോഗ്യമുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.